നമസ്കാരം. തീർത്ഥയാത്ര എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നിരവധിയായിട്ടുള്ള അതിപ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളുണ്ട് നമ്മളുടെ നാട്ടിൽ. ഭാരതത്തിൽ വിശേഷമായിട്ടുള്ള ക്ഷേത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടു വരികയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഏതാനും അത്തരത്തിലുള്ള ക്ഷേത്രങ്ങളെയാണ് പരിചയപ്പെടുന്നത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം നമുക്ക് പുരോഹിതനായിട്ട് ബ്രഹ്മാവുള്ള ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടാം. ചെന്നൈക്കടുത്തുള്ള മടപ്പാക്കത്തെ ധേനുപുരീശ്വര ക്ഷേത്രത്തിൽ ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. അവിടെ വെച്ചാണ് ശിവപാർവതിമാരുടെ വിവാഹം നടന്നത് എന്നാണ് ഐതിഹ്യം. ഈ ക്ഷേത്രത്തിൽ വിവാഹ കർമ്മങ്ങൾ നടത്തുന്ന പുരോഹിതൻ സാക്ഷാൽ ബ്രഹ്മാവ് തന്നെയാണ്. ഇവിടെ വിവാഹ കർമ്മങ്ങൾ നടത്തുന്ന പുരോഹിതന്റെ അഥവാ ശാന്തിക്കാരന്റെ രൂപത്തിൽ ബ്രഹ്മാവ് ദർശനമരുളുന്നുണ്ട്. ചതുർമുഖനായിട്ടുള്ള ബ്രഹ്മാവ് ഇത്തരത്തിൽ പുരോഹിതൻ എന്നുള്ള രൂപത്തിൽ ദർശനമരുളുന്ന ഏക ക്ഷേത്രമാണ് ചെന്നൈക്കടുത്തുള്ള ഈ മടപ്പാക്കത്തെ ധേനുപുരീശ്വര ക്ഷേത്രം. ഇനി നമുക്ക് ദിവസവും വേളി നടക്കുന്ന ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടാം. തിരുനെൽവേലി ജില്ലയിലെ നവകൈലാസം എന്ന പേരിൽ 9 ശിവക്ഷേത്രങ്ങളുണ്ട്. അവയിൽ മൂന്നാമത്തെ നവകൈലാസം കാർക്കോടകനല്ലൂർ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിലെ നന്ദിക്ക് ദിവസവും കല്യാണം നടത്തപ്പെടുന്നുണ്ട്. ഇവിടെ ഈ നന്ദിക്ക് വഴിപാടായി മണി കെട്ടി തങ്ങളുടെ ആവശ്യം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ആ ആവശ്യം പെട്ടെന്ന് നിറവേറും എന്ന് വിശ്വാസമുണ്ട്. വിവാഹ തടസ്സങ്ങൾ അകലുമെന്നും ഭക്തർ വിശ്വസിക്കുന്നുണ്ട്. ഇനി നമുക്ക് നൃത്തമാടുന്ന ഭൈരവമൂർത്തിയുള്ള ഒരു പ്രധാന ക്ഷേത്രത്തെ പരിചയപ്പെടാം. ആന്ധ്രാപ്രദേശിലെ പനഗൽ എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ശിവക്ഷേത്രമാണ് സോമേശ്വര ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ തെലുങ്ക് ചോഴൻ കാലഭൈരവൻ എന്ന മൂർത്തിയും അനുഗ്രഹം വർഷിക്കുന്നുണ്ട്. ഈ ഭൈരവൻ ശിവന്റെ രൂപങ്ങളിൽ ഒന്നായ നടരാജമൂർത്തിയെ പോലെ നൃത്തമാടുന്ന രൂപത്തിലാണ് കാണപ്പെടുന്നത്. ഭൈരവമൂർത്തിയും നടരാജമൂർത്തിയും ഒന്നായി നിൽക്കുന്ന ഒരു അപൂർവ സങ്കല്പമാണ് ഇത്. മറ്റെങ്ങും കാണാത്ത ശിവന്റെ രൂപമാണ്. ഇനി നമുക്ക് കുടുംബസമേതം ശനീശ്വരൻ വസിക്കുന്ന ഒരു അതിപ്രധാനപ്പെട്ട ക്ഷേത്രത്തെ പരിചയപ്പെടാം. തമിഴ്നാട്ടിലെ മിക്ക ശിവക്ഷേത്രങ്ങളിലും ശനീശ്വരന് പ്രത്യേക സന്നിധികളുണ്ട്. മിക്ക സ്ഥലത്തും ഒറ്റയ്ക്കാണ് ശനിയെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. എന്നാൽ തഞ്ചാവൂരിനടുത്തുള്ള തിരുനരയൂർ എന്ന രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ കുടുംബസമേതമാണ് ശനീശ്വരൻ ദർശനം നൽകുന്നത്. ശനീശ്വരന്റെ ഇടതുഭാഗത്ത് മന്ദാദേവിയും വലതുഭാഗത്ത് ജ്യേഷ്ഠാദേവിയും നിൽക്കുന്നു. ഇവർക്കരികിലായി ശനീശ്വരന്റെ പുത്രന്മാരായ ഗുളികൻ, മാന്തി എന്നിവരെയും കാണാം. ഇത് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ്. ഇനി നമുക്ക് പുസ്തകമേന്തുന്ന ഹനുമാൻ സ്വാമിയുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രത്തെ പരിചയപ്പെടാം. തഞ്ചാവൂർ ജില്ലയിലെ തിരുവയ്യാറിലെ ന്യൂ അഗ്രഹാരത്തിൽ ഒരു ആഞ്ജനേയ ക്ഷേത്രമുണ്ട്. പൊതുവെ ഹനുമാനെ കൈകൂപ്പി നിൽക്കുന്നതോ കയ്യിൽ ഗദായുധവും മറുകയിൽ അഭയമുദ്രയുമായിട്ടാണ് കാണാൻ സാധിക്കുക. എന്നാൽ ന്യൂ അഗ്രഹാരത്തിലെ ഹനുമാൻ ഇടത് കൈയിൽ പുസ്തകവും വലത് കൈയിൽ വീണയുമായി സംഗീതജ്ഞാനിയുടെ രൂപത്തിലാണ് ഇവിടെ ദർശനമരുളുന്നത്. ഈ ഹനുമാനെ തൊഴുതു പ്രാർത്ഥിച്ചാൽ വിദ്യാദി കലകളിൽ ഉന്നതി ഉണ്ടാകും എന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇനി നമുക്ക് പാതാള ഗണപതിയുള്ള ഒരു ക്ഷേത്രത്തെ, അതിവിശേഷ ക്ഷേത്രത്തെ പരിചയപ്പെടാം. കാളഹസ്തി ക്ഷേത്രത്തിന്റെ ദർശനം നടത്തിയിട്ടുള്ള പ്രാധാന്യങ്ങളും എല്ലാം വിശദീകരിച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്. ശ്രീ കാളഹസ്തീശ്വര ക്ഷേത്രത്തിന്റെ വടക്കേ കവാടത്തിനരികിലാണ് പാതാള ഗണപതിയുടെ പ്രതിഷ്ഠയുള്ളത്. ഭൂമിക്കടിയിൽ ഏകദേശം 35 അടിയോളം താഴെയായിട്ടാണ് ഈ പ്രതിഷ്ഠയുള്ളത്. അഗസ്ത്യമുനിയുടെ ദക്ഷിണ കൈലാസ യാത്രാവേളയിൽ അദ്ദേഹം ശ്രീ കാളഹസ്തിയിൽ വിശ്രമിക്കാൻ എത്തി എന്നാണ് ഐതിഹ്യം. അവിടെ ക്ഷേത്രത്തിലെ പൂജകൾക്കും അദ്ദേഹത്തിന്റെ ആവശ്യത്തിനുമുള്ള വെള്ളം ലഭിക്കാത്ത അവസ്ഥയുണ്ടായി. വെള്ളം ലഭിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വിഫലമായതോടെ ഗണപതി ഭഗവാനിൽ അഗസ്ത്യമുനി അഭയം പ്രാപിച്ചു. മുനിയുടെ പ്രാർത്ഥനാഫലമായി സാക്ഷാൽ ഗണപതി ഭഗവാൻ ഇവിടെ പ്രത്യക്ഷനായി. ഭഗവാന്റെ അനുഗ്രഹത്താൽ പുഴയുടെ ഗതി മാറി വെള്ളം ലഭിച്ചു എന്നാണ്. സ്വർണമുഖി നദീതീരത്താണ് കാളഹസ്തി ക്ഷേത്ര സന്നിധി. അത്ഭുത സന്നിധിയുള്ള പാതാള ഗണപതിയുടെ പ്രതിഷ്ഠ വളരെ ശക്തിയുള്ളതും ജീവിത വിഘ്നങ്ങൾ അകറ്റുന്നതുമാണ്. തൊഴിൽ, വ്യാപാര മേഖലകൾ എന്നിവയിൽ വിജയം ലഭിക്കുവാനും സമ്പൽ സമൃദ്ധി കനിഞ്ഞ് അനുഗ്രഹിക്കുന്നതുമായിട്ടുള്ള പാതാള ഗണപതി ഭഗവാനെ കാളഹസ്തീശ്വര ക്ഷേത്ര ദർശനത്തിന് മുന്നേ തൊഴണം എന്നാണ് വിശ്വാസം. അമൃതകടേശ്വരൻ എന്ന അതിപ്രധാനപ്പെട്ട ശിവരൂപത്തെ നമുക്ക് ഇനി പരിചയപ്പെടാം. തമിഴ്നാട്ടിൽ കടലൂർ ജില്ലയിലെ കാട്ടുമന്നാർകുടിക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പുണ്യക്ഷേത്രമാണ് ശ്രീ അമൃതകടേശ്വരൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പ്രത്യേകത തന്നെ പ്രദോഷമൂർത്തിയാണ്. ഇവിടെ കുടികൊണ്ട് അനുഗ്രഹ വർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്
ശ്രീ അമൃതകടേശ്വരൻ എന്ന ശിവൻ. ആയുർബലം നൽകുന്ന മൂർത്തിയായിട്ടാണ് ഭക്തർ ഇവിടുത്തെ ശിവഭഗവാനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ വെച്ച് ഷഷ്ടിപൂർത്തി, ശതാഭിഷേകം എന്നിവ നടത്തിയാൽ ആയുസ്സും ആരോഗ്യവും വർദ്ധിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം. ഇനി നമുക്ക് രാമേശ്വര ക്ഷേത്രത്തിലെ അതിപ്രധാനമായിട്ടുള്ള ഒരു കാര്യത്തെ കൂടി പരിചയപ്പെടാം. രാമേശ്വര ക്ഷേത്രത്തിന്റെ സമ്പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വീഡിയോകൾ ഞാൻ പല ഭാഗങ്ങളായിട്ട് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോകൾ കണ്ടിട്ടില്ലാത്തവർ കാണുക. രാമേശ്വര ക്ഷേത്രത്തിൽ പോകുന്ന തീർത്ഥാടകർ അറിഞ്ഞിരിക്കേണ്ട അതിവിശേഷപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ശ്രീരാമസ്വാമിയുടെയും സീതാദേവിയുടെയും ഹനുമാൻ സ്വാമിയുടെയും പാദസ്പർശനത്താൽ പുണ്യമായ ഇടമാണ് രാമേശ്വരം. ശ്രീരാമൻ പ്രതിഷ്ഠ നടത്തിയ ശിവക്ഷേത്രമാണ്. തീർത്ഥാടന സ്ഥലങ്ങളിൽ ഒന്നാണ്. 12 ജ്യോതിർലിംഗങ്ങളിൽ തെക്കേ അറ്റത്തുള്ള ക്ഷേത്രമാണ്. ഇങ്ങനെ രാമേശ്വരം ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയുണ്ട്. രാമന്റെ ഈശ്വരൻ വാണരുളുന്ന സ്ഥലമെന്ന അർത്ഥത്തിലുള്ള രാമേശ്വരം ശ്രീരാമ ഹനുമാൻ ഭക്തരുടെ പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ്. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്ന് 6 കിലോമീറ്റർ ദൂരമുള്ള തങ്കച്ചിമഠം എന്ന സ്ഥലത്താണ് വില്ലുണ്ടി തീർത്ഥം. ശാന്തമായിട്ടുള്ള കടലാണ് ഇവിടെ. രാമേശ്വരം ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നവർ വില്ലുണ്ടി തീർത്ഥത്തിലും പോയി ദർശനം നടത്തുക. കടൽ തീരത്ത് നിന്ന് ഏതാനും മീറ്റർ അകലെ കടലിനുള്ളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഉറവയിൽ നിന്നാണ് ഈ തീർത്ഥം ലഭിക്കുന്നത്. ഉപ്പുരസം ലവലേശമില്ലാത്ത ശുദ്ധജലമാണ് ഇവിടെ ലഭിക്കുന്നത്. കടലിനോട് ചേർന്ന് കിടക്കുന്ന ഈ തീർത്ഥജലത്തിൽ ഉപ്പുരസമില്ല എന്നുള്ളത് ഭക്തർക്ക് അതിശയമാണ്. ഇതാണ് വില്ലുണ്ടി തീർത്ഥത്തിന്റെ സവിശേഷത. 120 അടി നീളമുള്ള കൽപ്പാലത്തിലൂടെ വില്ലുണ്ടി തീർത്ഥക്കരയിലേക്ക് നമുക്ക് എത്താവുന്നതാണ്. ഇനി നമുക്ക് ഇതിന്റെ ഐതിഹ്യം കൂടി ഒന്ന് പറയാം. രാവണവധത്തിന് ശേഷം ലങ്കയിൽ നിന്നും രാമനും സീതാദേവിയും പുഷ്പക വിമാനത്തിൽ രാമേശ്വരത്ത് എത്തി. ശ്രീരാമൻ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് ഈ സമയത്താണ്. പിന്നീട് ശ്രീരാമനും സീതയും ഇവിടെ വിശ്രമിച്ചു. അയോധ്യയിലേക്ക് പോകും മുമ്പ് സീതാദേവി തനിക്ക് ദാഹിക്കുന്നു എന്ന് ശ്രീരാമനോട് പറഞ്ഞു. ദേവിയുടെ ശമനത്തിനായി ഭഗവാൻ കടലിലേക്ക് അമ്പെയ്യുന്നു. അമ്പ് തുളച്ചു കയറിയ ഭാഗത്ത് ഒരു ഉറവയുണ്ടാകുകയും അതിൽ നിന്നും ശുദ്ധമായ ജലം പുറപ്പെടുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം. വില്ലുണ്ടി എന്നാൽ അമ്പ് കുത്തിയ സ്ഥലം എന്നാണ് അർത്ഥം. ഇവിടുത്തെ കടലിനടിയിൽ പ്രാചീന കാലത്ത് ഉണ്ടാക്കിയതെന്ന് അനുമാനിക്കുന്ന ദേവീ ദേവന്മാരുടെ വിഗ്രഹങ്ങളും നമുക്ക് കാണാം. ഇനി നമുക്ക് കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത ഒന്ന് പരിചയപ്പെടാം. ഏറ്റവും പ്രസിദ്ധമായ സൂര്യക്ഷേത്രമാണിത്. ഒഡീഷയിലാണ് കൊണാർക്ക് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൊണാർക്ക് എന്നാൽ മൂലയിൽ സൂര്യൻ എന്നാണ് പൊരുൾ. 13-ാം നൂറ്റാണ്ടിലെ കെട്ടിട ശില്പകലയ്ക്ക് മകുട ഉദാഹരണമാണ്. ക്ഷേത്രത്തിലെ സൂര്യനെ രഥത്തിൽ വഹിച്ചു വരുന്ന 7 കുതിരകൾ ആഴ്ചയിലെ 7 ദിവസത്തെ കുറിക്കുന്നതാണ്. രഥത്തിന്റെ 24 വലിയ ചക്രങ്ങൾ 24 മണിക്കൂറുകളെ കുറിക്കുന്നു. 7 ദിവസവും 24 മണിക്കൂറും അധ്വാനിക്കുന്നവനാണ് സൂര്യൻ എന്നതിന്റെ ദൃഷ്ടാന്തമായിട്ടാണ് കൊണാർക്ക് സൂര്യക്ഷേത്രം നിർമ്മിച്ചിട്ടുള്ളത്. അതിപ്രധാനപ്പെട്ട ഏതാനും ക്ഷേത്രങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള ക്ഷേത്രവിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം, ശുഭദിനം.